ചില കാര്യങ്ങൾ മറ്റാരും അറിയരുത്, വേറൊരുത്തൻ അറിയരുത്. ചില വീഴ്ചകൾ, ചില തകർച്ചകൾ, ചില പോരായ്മകൾ. എത്ര പേർ ഞാൻ പറയുന്നത് കേട്ടിട്ടത് ശരിയാണെങ്കിൽ സ്തോത്രം, ഹല്ലേലൂയ. വെറുതെ സ്തോത്രം, എന്തോ കഴിച്ചിട്ട് ഇരിക്കുമ്പോൾ ഇരിക്കുകയാൽ ഉപവാസത്തിന്റെ മധ്യത്തിൽ ഇത് ശരിയെന്ന് നിങ്ങൾക്ക് തോന്നുന്നതിന് അതേ കർത്താവേ, ഇത് ചില കാര്യങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് ഉപവാസ പ്രാർത്ഥനയിൽ സ്വർഗത്തിലെ ദൈവം എന്നേക്കുമായി സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് എറിഞ്ഞു കളയുകയാണ്. രണ്ട് കാര്യങ്ങൾ ദൈവം എന്നോട് പറയുന്നു. ചില കാര്യങ്ങൾ പ്രസിദ്ധമാക്കാൻ പിശാച് എത്ര നോക്കിയാലും എന്റെ ദൈവം അതിനെ ഇന്ന് രാത്രികാലം സമുദ്രത്തിന്റെ അടിയിൽ എറിഞ്ഞു കളഞ്ഞിട്ട് അറിയേണ്ട ചിലതിനെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന്റെ ആത്മാവിന്റെ വ്യഗ്രത ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ നന്നായി തിരിച്ചറിയുന്നു. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. കേൾക്കൂ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരെങ്കിലും ഇന്ന് രാത്രികാലം അങ്ങനെ ഒരു ഭാരത്തോടെയാണ് വന്നിരിക്കുന്നത്, ആരോടും പറയണ്ട, കർത്താവേ ഇത് മറ്റാരും അറിയരുതേ, ഇത് മറ്റാരും അറിയരുതേ. സ്വന്തം കുടുംബത്തിൽ നടക്കുന്നത്, കുടുംബ ജീവിതത്തിൽ നടക്കുന്നത് എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ അറിയരുത്, എൻ്റെ ആങ്ങളെ അറിയരുത്, എൻ്റെ കുഞ്ഞുങ്ങൾ അറിയരുത്, എൻ്റെ കുഞ്ഞിന് സംഭവിച്ചത് മറ്റാരും അറിയരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഭാരപ്പെട്ട് വന്നിരിക്കുന്ന ഏതെങ്കിലും കുടുംബത്തിന്റെ പ്രതിനിധി ഒരാളെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ദൈവം ഒരു 5 മിനിറ്റ് മാറ്റി വെക്കുക. ഈ കൂട്ടത്തിനകത്ത് ആരെങ്കിലും ഒരാൾ, ദൈവമേ ഈ തകർച്ച ആരും അറിയരുതേ, ഇതാരും അറിയരുതേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവർ വന്നിട്ടുണ്ടോ? നിന്റെ ബിസിനസിന്റെ പരാജയം, നിനക്ക് കടമുണ്ടെന്ന്, നീ തകർന്നെന്ന്, നിനക്ക് വല്ലായ്മയാണെന്ന്, നിന്റെ ശരീരത്തിനൊരു വല്ലാത്ത രോഗമുണ്ടെന്ന്, നിന്റെ കുഞ്ഞൊരു പ്രശ്നത്തിലാണെന്ന്, ഈ പ്രാവശ്യത്തെ പരീക്ഷയിലും പരാജയപ്പെട്ടെന്ന്, ഇതാരും അറിയരുതേ എന്ന് നൊമ്പരത്തോടെ പ്രാർത്ഥിക്കാൻ വന്നിരിക്കുന്നവരുണ്ടെങ്കിൽ അവരെ ദൈവം ഫോക്കസ് ചെയ്യുന്നു. ഇന്ന് രാത്രി നിങ്ങളോടൊരു മറുപടിയുണ്ട്. സ്വർഗം ഇന്ന് രാത്രി പറയുന്നു, ആരും അറിയാതെ പരിഹരിക്കുന്ന ചില പരിഹാര വിഷയങ്ങൾ സ്വർഗത്തിലെ ആത്മാവി രാത്രികാലം പ്രാർത്ഥിക്കുന്ന ജനത്തിന് വേണ്ടി, നിന്റെ കുടുംബത്തിനകത്ത് തിരിച്ചവി അറിയാതെ ചില വിഷയങ്ങളെ പരിഹരിപ്പാൻ പരിശുദ്ധാത്മാവിന്റെ വലിയ വ്യാപാരം ഇന്ന് രാത്രിക്കാലം സംഭവിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. അപ്പം ആരും അറിയരുതെന്ന് ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങൾ, ആ കാര്യത്തിനെല്ലാം ആരും അറിയാതെ തന്നെ ദൈവം മറുപടി തരും. അങ്ങനെ വിശ്വസിക്കുന്നവർ നല്ല ആമയും പറഞ്ഞാട്ടെ. ആരും അറിയാതെ നാളുകളിൽ, ഒരുപക്ഷെ ഇന്നിപ്പോൾ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല പാസ്റ്ററെ, ഞങ്ങൾ 4 പേരും ഓക്കെയാണ്, നന്നായി പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, സ്തോത്രം, എൻ്റെ പ്രിയപ്പെട്ടവരാണെങ്കിലും നന്നായിരിക്കുന്നു, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അഥവാ നാളെ സംഭവിക്കാതിരിക്കട്ടെ, ആരും അറിയരുതേ എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ സഹായിക്കുന്നൊരു ദൈവം നമുക്കുണ്ട്. പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ നേരിട്ട കാര്യം ഞങ്ങളുടെ വീട്ടുകാരും അറിഞ്ഞില്ലെങ്കിലും, ഞങ്ങളുടെ കുടുംബക്കാരും അറിഞ്ഞില്ലെങ്കിലും, സ്തോത്രം, സഭ ഇതറിയാതിരിക്കരുത്.